इसमें क्या डाला है आपने? रोज फ्लावर, ड्राई फ्रूट, चीनी, शहद, केसर, कश्मीरियों का प्यार मिक्स. हाँ ओके 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 वेरी നമ്മൾ ഇത്രയും മിക്സ് ചെയ്തിട്ടൊക്കെ ആവരുന്ന പറയുന്നവര്. ഓക്കെ. നമ്മളിനി ഷിക്കാര റൈഡിനാണ് പോകുന്നത് കേട്ടോ, ദാൽ ലേക്കില്. അപ്പോൾ നമ്മൾ ശങ്കരാചാര്യ ടെമ്പിൾ കഴിഞ്ഞ് കണ്ട് തിരിച്ചിറങ്ങി. അപ്പോൾ ജെട്ടി നമ്പർ 8 നമുക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ദാൽ ലേക്ക് കാണുന്നുണ്ട്, വലിയൊരു ലേക്കാണ്. അപ്പോൾ 8ാമത്തെ നമ്പറിലേക്ക് നമ്മൾ ചുറ്റി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശങ്കരാചാര്യ ടെമ്പിളിൻ്റെ മുകളിൽ പോയപ്പോൾ കണ്ടില്ലേ, അവിടെ നിന്നുള്ള ദാൽ ലേക്കിൻ്റെ വ്യൂവും അതുപോലെ ഉൾഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന ദാൽ ലേക്കിൻ്റെ മറ്റ് കൈവഴികളൊക്കെ. അപ്പോൾ വലിയൊരു ലേക്കാണ്. അപ്പോൾ നമ്മൾ ഇതിലൊന്ന് 1 മണിക്കൂർ നമുക്കിവിടെ ഉണ്ട് കേട്ടോ, സഫാരി ലേക്കിലുള്ള ബോട്ട് സഫാരി, അങ്ങനെ ഷിക്കാര റൈഡ്. അപ്പോൾ നമുക്കതൊന്ന് ആസ്വദിച്ചിട്ട് വരാം. ഇവിടെ നിറയെ ബോട്ട് ഹൗസുകളുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് താമസിക്കാൻ പറ്റും. ഈ ബോട്ട് ഇങ്ങനെ ദാൽ ലേക്കിൽ പൊങ്ങിക്കിടക്കുന്നതാണ്. അപ്പോൾ നൈറ്റിലൊക്കെ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളെല്ലാവരും ഷിക്കാർ റൈഡിന് പോകാനായിട്ട് റെഡി ആയിട്ടോ. നമ്മൾ ഗേറ്റ് നമ്പർ 8 നല്ല ഭംഗിയല്ലേ, അപ്പുറത്തേക്ക് കയറി, അപ്പുറത്തേന് അറിയാത്ത ഒരാളെ കൊണ്ടുവരാൻ പറ്റില്ല. കെട്ടിക്കിടങ്ങാനുള്ള സ്ഥലങ്ങളില്ല. അപ്പുറത്തേക്ക് हमारे से चले ചലേ. थोड़ा जगह दे दो सर. ഇങ്ങനെ നമ്മൾ ഷിക്കാര റൈഡ് തുടങ്ങി. അദ്ദേഹം 2 ഭാഗത്ത് പോയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. പഠിച്ചവൻ നല്ല പ്രാർത്ഥിച്ചിട്ടാണ് അല്ല ബിസ്മില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആള് നമ്മുടെ ഷിക്കാര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 1 hour ആയ സ്റ്റാർട്ട്. സമയം എത്രയായി നോക്ക്. 12 മണി, 12:10. 1 മണിക്ക് മറ്റേ വിൽക്കാൻ വരുന്ന ആൾക്കാരുതോ ബിസിനസ് ഒക്കെ നടക്കും. പല ബിസിനസ് നടക്കും. ജാക്കറ്റ് ലുക്ക് ഇത് കാശ്മീർ ലുക്ക് ഉണ്ടെങ്കിൽ ജാക്കറ്റ് മോളെ അങ്ങോട്ട് നോക്കേ. നമ്മൾ ഇതിൽ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പേര് കാശ്മീരി ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ടും അതുപോലെ കാവ, ഫ്രൂട്ട്സ്, അത് മറ്റുള്ള എല്ലാം വിൽക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. हॉट चॉकलेट अलग अलग क्वांटिटी आता है सर. क्वांटिटी आप बिगर वन, स्मॉलर वन, ऐसे ऐसे. ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര ചാർജാണിതിൽ. അപ്പോൾ നമ്മൾ എല്ലാവരും ബാർഗെയിൻ ചെയ്യണം, അപ്പോഴാണ് അതിൻ്റേതായ രൂപ കുറച്ച് കിട്ടുള്ളൂ. ഇപ്പോൾ ഈ രീതിയിലായതുകൊണ്ട് അവർ നല്ല ചാർജ് ചെയ്യും. ഒരു ഗ്ലാസ്സിന് 150 രൂപ പറഞ്ഞത് ഇപ്പോൾ 2 ഗ്ലാസ്സിന് ചെറിയ ഗ്ലാസ് 100 രൂപ ഇതാക്കി തരാമെന്ന് പറയുന്നുണ്ട്. ചെറിയൊരു ഗ്ലാസ് ആയല്ലോ. ഓക്കെ, താങ്ക് യു. सर जी रेडी रेडी फॉर फैमिली फोटो.
So sir, size which one you want? ഇന്നലെ അല്ലേ? This is 150. സൂപ്പർ. Take for Gudiya with the dress. That will be different. You don't have to change dress, sir. Make for madam Gudiya in Dal Lake. चिन से ये तो मेमोरीज के लिए रहते हैं, यादगारी के लिए। घर में किसी को गिफ्ट അത് छोटा शिकारा मैम കാശ്മീരി ഷിക്കാര. बिग वन ബിഗ് ബോയ്. बिग वन देखो स्मॉल वन सर 120 दिस वन इज 280 अनदर वन कम्स 500 ഇത് മീഡിയം വെക്കായിരുന്നു. हाँ मीडियम वाला ब्रदर के पास ये कितना है 280 कोई डिस्काउंट में मिलेगा? कितने पीस 150 दे दिया ये बड़ा बिग साइज है 120 वन स्मॉल वन सर तो आप ले लो ना छोटा वाला नहीं दिस इज 30 रुपीस नो 150 दिएगा हम सर 150 कम हो जाएगा सर मैंने वैसा प्राइस भी नहीं बोला आपको अगर मैं बोलता 450 500 फिर आप बोल सकते मैंगो और മാംഗോ चाहिए. खाली मैंगो എല്ലാ ഫ്രൂട്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പ്ലേറ്റിൽ ഇട്ട് തരുന്നതിന് 200 രൂപയാണ് കേട്ടോ. मसाला डालना है मैडम ഡാലി ऐसे मैडम आगे रखेंगे अच्छा व्यू आएगा आपके लिए जी നല്ല ടേസ്റ്റ് ഉണ്ട്. പൈനാപ്പിൾ is the best. എടുത്തോളൂ. ഡ്രസ്സിലേ ഹോൾസെയിൽ മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വില കുറവിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ഈ രണ്ട് സൈഡിലും ഈ ലേക്കിന് ഒരു സൈഡിൽ കാണുന്നില്ലേ ഷോപ്പുകൾ, അത് ഹോൾസെയിൽ മാർക്കറ്റുകളാണ് കേട്ടോ. ഇത് പട്ടായയിലെ ആ മാർക്കറ്റ്, ഫ്ലോട്ടിംഗ് മാർക്കറ്റിന്റെ ഒരു സ്റ്റൈൽ തന്നെ അല്ലേ ഇവിടെ. बनाना है भैया ഇതൊക്കെ ബോട്ട് ഹൗസുകളാണ് കേട്ടോ. ഇതിൽ സ്റ്റേ ചെയ്യാൻ പറ്റും രാത്രി. നമ്മൾ വീഡിയോസിൽ ഒരുപാട് കണ്ട സ്ഥലമാണിത്. തോണി ഇതിൽ വിട്ടാൽ പോവോ? മുങ്ങിപ്പോവും. ാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കേട്ടോ. ഇവിടെയാണ് ഈ കാശ്മീരിലെ ആളുകൾ ജാഹിദായി
അപ്പോൾ ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലാണ് ഇവിടുത്തെ കർഷകർ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ വിൽക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ബാർട്ടർ സിസ്റ്റം പ്രകാരം മാറ്റം വരുത്തുന്നത് കേട്ടോ. അത് എക്സ്ട്രാ പേയ്മെന്റ്. അത് നിർത്താൻ പറയും. ആ ലേസിന്റെ അവിടെ ലേസ് കടന്റെ അവിടെ നിർത്താൻ പറയും. മാർക്കറ്റിലേക്ക് പോകാനാണെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം കേട്ടോ. ഇതുവരെയാണ് ഇവിടുത്തെ സ്ഥലമുള്ളത്. നമ്മുടെ ടിക്കറ്റിൽ ഇതുവരെയാണ് പ്ലേസ് ഉള്ളത്. അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പേയ്മെന്റ് കൊടുക്കണം കേട്ടോ. എനിക്ക് ഒരു ഭയങ്കര ഡിസ്കഷനിലാണ്. ഫോട്ടോ എടുത്തതിന്റെ ഡിസ്കഷനിലാണ് രണ്ടുപേരും. നമ്മുടെ ആളുകളൊക്കെ തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ പോയിന്റ് വരെ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞില്ലേ. ആ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നടക്കുന്നിടത്ത് പോകാൻ പറ്റില്ല. അവിടെ പോകണമെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം, അത്രയേ ഉള്ളൂ. क्या हुआ? ഇപ്പൊ വരും കേട്ടോ. മോള് ബസ് കയറും. ആരാംസെ ഓക്കെ. इसमें क्या डाला है आपने? बादाम बादाम डाला और है. क्या क्या? और इसमें रहता है इलायची, अदरक, सपिस्तान, काजपा, मगज, शंग, रोज फ्लावर, ड्राई फ्रूट, चीनी, शहद, केसर, कश्मीरियों का प्यार मिक्स. നമ്മൾ ഇത്രയും മിക്സ് ചെയ്തിട്ടാ കാവ വരുന്ന പറയുന്നവര്. ഓക്കെ, അപ്പൊ കാവ അടിപൊളിയാണെന്നാ പറയുന്നത് അവര്. ഇത്രയും മിക്സ് ചെയ്താ ഇപ്പൊ 50 റുപ്യ പറയുന്നത്. ഇത്രയും മിക്സ് ചെയ്താൽ 50 റുപ്യ അല്ല, ഒരു 10-500 വെക്കേണ്ടി വരും. ഓക്കെ, ഇതാണ് കാവ. അപ്പൊ दूसरे बोट में ले ली. അലൈസുള്ളതാണ് ഞങ്ങൾ പറയും. നിർത്താൻ പറയും. ഇത് മറ്റേ മെഷീന് മിക്സ് ആക്കണ മെഷീന്. ആ സീനറികൾ കൊടുക്കും. आपको कावा चाहिए? അവര് ഡെയിലി വിളിക്കുന്ന ആൾക്കാരല്ലേ. ഇതാരെങ്കിലും പിടിക്കണ്ടേ? നല്ല പറ്റും. കുറച്ച് കുടിച്ചാൽ വേണ്ട വേണം. അടിപൊളിയുണ്ടിട്ടാ. ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിക്കായിരുന്നു അല്ലേ? അതാണ് ഇവര് പറഞ്ഞത്, അത് വാങ്ങിക്കുന്നു. ബാങ്ക് വിളിക്കുക. അവരാദ്യം മറ്റേ ഹോട്ട് ചോക്ലേറ്റ് മറ്റേ ഹേർഷീസ് ഒഴിച്ചു. എന്നിട്ട് മറ്റേ പാൽപ്പൊടിയില്ല ഹോട്ട് ചോക്ലേറ്റിന്റെ ആ പൊടി 2 സ്പൂൺ ഇട്ടു.
കാശ്മീരിന്റെ കിരീടത്തിലെ രത്നം എന്നാണ് ഈ ദാൽ ലേക്ക് അറിയപ്പെടുന്നത്. ഇത് നമുക്ക് വെറുമൊരു എന്റർടൈൻമെന്റിനുള്ള ഒരു ലേക്കാണെങ്കിലും ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇതൊരു ജീവിതോപാധിയും അതുപോലെ താമസ സൗകര്യവും കൂടി നൽകുന്നുണ്ട് കേട്ടോ. 150ഓളം കാശ്മീരിലെ തനത് ഗ്രാമങ്ങളിലുള്ള ആളുകൾക്ക് ഈ ദാൽ ലേക്കിലാണ് വീട് പണിത് താമസിക്കുന്നത്. അത് നമുക്ക് ഈ പോകുന്ന വഴിയിൽ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ ദാൽ ലേക്ക് 18 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിലാണ് കിടക്കുന്നത്. സബർവൻ മലനിരകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ദാൽ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് 7.4 കിലോമീറ്റർ നീളവും 3.5 കിലോമീറ്റർ വീതിയുമാണ് ഈ ദാൽ ലേക്കിനുള്ളത്. അതുപോലെ അപ്രോക്സിമേറ്റ്ലി 2.5 മുതൽ 6 മീറ്റർ വരെ താഴ്ചയാണ് ഈ ദാൽ ലേക്കിനുള്ളത് കേട്ടോ. ഒരുപാട് ജനങ്ങൾക്ക് ജീവിതോപാധി നൽകുന്ന ഒരു സംവിധാനമാണിത്. ഈ ദാൽ ലേക്ക് 4 ഉൾപ്രദേശങ്ങളിലേക്കായിട്ടായി നീണ്ടു കിടക്കുന്നുണ്ട്. ആ 4 ഭാഗത്തു നിന്നുള്ള കൈവഴികളും കൂടി ചേർന്നിട്ടാണ് ഈ ദാൽ ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ തനത് കർഷകർ ഇവിടെ സാധനങ്ങൾ ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുകയും അതുപോലെ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തിരിച്ചു വാങ്ങിച്ചു കൊണ്ടുപോകുന്ന സംവിധാനങ്ങളൊക്കെ ഈ ദാൽ ലേക്കിൽ വലിയൊരു മാർക്കറ്റിംഗ് ഏരിയ തന്നെയാണ്. എക്കോണമിയുടെ ഒരു മെയിൻ സംവിധാനം തന്നെയാണ് ഈ ദാൽ ലേക്ക് കേട്ടോ. ഇവിടുത്തെ ജനങ്ങളുടെ വീടുകളാണ് കേട്ടോ ഈ കാണുന്നത് ദാൽ ലേക്കിൻ്റെ സമീപത്ത്. ഇത് കണ്ടോ, താഴെ വെള്ളത്തിലേക്കാണ് മരം കൊണ്ടുള്ള തൂണുകൾ വെച്ചിരിക്കുന്നത്. അതിൻ്റെ മേളിലാണ് വീടുകൾ ഇരിക്കുന്നത്. അവിടെ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് വരാന്തയിൽ. ലോട്ടസ് കൃഷി ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ആ ഭാഗത്ത്. ഏകദേശം 1 മണിക്കൂറായിട്ടോ ഞങ്ങൾ ഈ ഷിക്കാര റൈഡ് തുടങ്ങിയിട്ട്. ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. നല്ല റൈഡായിരുന്നു കേട്ടോ. കുറേ കാഴ്ചകൾ കണ്ടു, നല്ല ഭംഗിയായിരുന്നു. ഇന്നത്തെ ക്ലൈമറ്റ് നല്ലതാണ്, വെയിലൊക്കെ ഉണ്ട്, അവിടെ തണുപ്പും കുറവുണ്ട്, പിന്നെ മഴയൊന്നുമില്ല. ഇത് തട്ടല്ലേ. ये कहाँ रखनी है? थैंक यू भैया. कई कैसे पड़ेगी? അപ്പോൾ ഞങ്ങൾ നല്ലൊരു ഷിക്കാര റൈഡ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ. ഞങ്ങളുടെ ഫോട്ടോ എത്തിയിട്ടോ അപ്പോഴത്തേക്കും, പ്രിന്റ് ചെയ്ത ഫോട്ടോ. ചെറുതിനായി ഇത് പറഞ്ഞത് ഇത്രയും ചെറുതിന് നോക്കിയപ്പോൾ അങ്ങനെ നമ്മൾ നല്ലൊരു ഷിക്കാര റൈഡ് കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ഫോട്ടോ കിട്ടി. കൊള്ളായിരുന്നു കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഓരോ ദിവസവും ഓരോ എക്സ്പീരിയൻസ്. മഞ്ഞ്, മല, മഴ, അങ്ങനെയുള്ള ക്ലൈമറ്റുകൾ. അതുപോലെ ഇന്നാണെങ്കിൽ വെയിൽ കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഷിക്കാര റൈഡിൻ്റെ എക്സ്പീരിയൻസ് സൂപ്പറാണ്. कभी अलविदा ना कहना, चलते ही आओगे.